ഹലോ, ഇന്ന് ഗോതമ്പ് പൊടി വെച്ച് ഈവനിങ് ടൈമിലും ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനും പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കിയാലോ. ഇത് രാവിലെയും കഴിക്കാൻ അടിപൊളിയാണ്. അതിനായിട്ട് ഇതാ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവൊക്കെ തയ്യാറാക്കുന്നതിൽ അല്പം കൂടെ ലൂസ് ആയിട്ടാണ് തയ്യാറാക്കേണ്ടത്. ഇതാ ഈ ഒരു പരുവത്തിലാണ് മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. കണ്ടില്ലേ? ഇനി ഇതുപോലെ ഓരോ ഉരുളകളായി എടുത്ത് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പ്രസ് ചെയ്തെടുക്കാവുന്ന, അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക കുഴൽ വെച്ചിട്ട്. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഒരു സ്ട്രോ എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ആകൃതിയിൽ ആക്കിയെടുക്കാം. അങ്ങനെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഫുള്ളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുവാണ്. വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ മാഗിയൊക്കെ ആക്കി കൊടുക്കുന്ന പോലെ തന്നെ ആക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. അങ്ങനെ ഇതുപോലെ ഫുള്ളായിട്ടും മാവ് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ മുഴുവനും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി വന്ന വെള്ളത്തിലേക്ക് അല്പം ഉപ്പും ഓയിലും കൂടെ ചേർത്ത് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഓരോ റോളുകളും ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ആ വെള്ളത്തിൽ കിടന്നൊന്ന് ചൂടായി വരുമ്പോൾ കോരി മാറ്റാം. ഇനി തണുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സബോളയും ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം തയ്യാറാക്കി വെച്ച ഗോതമ്പിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. മാവ് കൊണ്ട് തയ്യാറാക്കി എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഐറ്റം തയ്യാറായിട്ടുണ്ട്. 4 മണിക്കും രാവിലെയും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. കണ്ടില്ലേ? കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.